ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്ത് പുറത്ത് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്കുള്ള ഷോപ്പിംഗ് ആണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ അതായത് എനിക്ക് മാമിക്കും ആയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പ് വന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കണ്ണാടിയുടെ അടുത്തുള്ള മുഹബത്ത് കാരണം ഞാൻ എവിടെ പോകാൻ നിന്നാലും അതിൻ്റെ അടുത്ത് ബായ് പറയാതെ പോവാറില്ല. ഞാനിത് അതിൻ്റെ ബാണ്ടക്കെട്ടൊക്കെ തൂക്കി ഇറങ്ങാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളായതിനു ശേഷം ഈ ഭാണ്ഡക്കെട്ടിൻ്റെ അത്യാവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മദേഴ്സിനും അറിയാമെന്നുള്ളതാണ്. അവർക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ, അവരുടെ ഡ്രസ്സായാലും സ്ട്രങ്കി വൈപ്സ്, അവരുടെ ബോട്ടിൽ, ഫീഡിങ് ബോട്ടിലുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയുള്ള ഒരു ചാക്ക് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞാപ്പിയും അനിയനും മാമിയും ഞാനും. മാമി ഡോറൊക്കെ ലോക്ക് ചെയ്യാണ്. കുഞ്ഞാവ അനിയൻ്റെ കയ്യിലാണ്. ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മാമി ഡോർക്ക് ലോക്ക് ചെയ്ത് ഇറങ്ങി. കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടോയ് മാമിയുടെ സിസ്റ്റർ ദുബായി പോയിട്ട് വന്നപ്പോൾ കൊടുത്താണ്. ഈ പട്ടിക്കുട്ടിയുടെ അടുത്ത് അവന് വല്ലാത്തൊരു ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല. വേറെ എത്ര ടോയ് ഉണ്ടെങ്കിലും ഇതിനെ എടുത്ത് കൈ ചുമന്നോട് നടക്കും. കാരണം വീട്ടിലും നാട്ടിലും പട്ടികൾ ഒരുപാടുള്ളതുകൊണ്ട് അതിനെ കണ്ട് മൃഗസ്നേഹം കൂടിയായിരിക്കും എൻ്റെ പട്ടിയും കൂടെ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, ഞങ്ങൾക്കൊന്നൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. അവർ റീസെൻ്റ്ലി പോത്തങ്കോടായിട്ട് ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം പുതിയതായിട്ട് വെഞ്ഞാറമൂട് ഓപ്പൺ ചെയ്തത്. പോത്തങ്കോടുള്ള ഷോറൂമിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ലാത്ത ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ വെഞ്ഞാറമൂട് ഷോറൂമും കൂടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ലേഡീസിന് ഭയങ്കരമായിട്ട് കിട്ടും. ജെൻസിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ലേഡീസിന് അവിടെ കിട്ടും. ടോപ്സ് ആയാലും പാൻറ്റുകളായാലും. അപ്പം ഞങ്ങൾ ആ ഷോറൂം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. കുഞ്ഞാപ്പി ഇടയ്ക്ക് വെച്ച് ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കി എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് വണ്ടി കയറിയ ഫസ്റ്റ് ഉള്ളത് ഉറക്കാണ് കേട്ടോ. സെക്കൻഡ് ബാക്കിയുള്ള കാര്യങ്ങളും കണക്കും പറച്ചിലൊക്കെ വരുള്ളൂ. അവന് വണ്ടി കയറി എപ്പോഴും ഉറങ്ങാനാണ് ഇഷ്ടം. ഇടയ്ക്ക് വെച്ച് അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് ഫീഡ് ചെയ്തു. അപ്പോഴേ ഉറങ്ങി. ആളങ്ങനെ എൻ്റെ കയ്യിലിരിക്കുകയാണ്. കുഞ്ഞു മാമിയുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൊറ പറഞ്ഞ് ഈ യാത്ര എൻജോയ് ചെയ്യുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തുള്ള വിശേഷങ്ങളും, പോകുന്ന വഴിയിലെ വിശേഷങ്ങളും, മരങ്ങളും കായ്കളും, അവിടെ ചക്ക നിൽക്കുന്നു, ഇവിടെ മാങ്ങ നിൽക്കുന്നു, നല്ല ചെടി നിൽക്കുന്നു, നല്ല കട നിൽക്കുന്നു, നല്ല കടയിൽ നല്ല ടോപ്പുകളും നല്ല ചുരിദാറുകളൊക്കെ ഉണ്ട്. ഈ കളർ കൊള്ളാം, ആ കളർ കൊള്ളാം, ആ വീട് കൊള്ളാം, ഈ വീട് കൊള്ളാം, ഈ വീട്ടിൻ്റെ ഇൻറ്റീരിയർ കൊള്ളാം, ഇവിടെ തറയിട്ടേക്കുന്നതുള്ള ഇത്ര ഭംഗിയുള്ള വീട് എന്നൊക്കെ പറഞ്ഞ് വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ദൂരം പെട്രോൾ അടിച്ച് പോകുന്നതിനേക്കാളും ഇവിടെ നിന്ന് 1000 രൂപയുടെ ചുരിദാർ എടുത്താൽ അത്രയും നല്ലതല്ലേ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അവിടെ 299 രൂപയ്ക്കും 199 രൂപയ്ക്കൊക്കെ ഡ്രസ്സുകളുണ്ട്. കുഞ്ഞു മാമിയുടെ കയ്യിലിരുന്ന് ഉറക്കമായി. മാമി ഫോണിലാണ്. മാമിയുടെ സിസ്റ്റർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു നല്ല ഉറക്കമായി. കുഞ്ഞു രാവിലെ എണീറ്റുകൊണ്ട് തന്നെ അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വണ്ടി കയറി. സാധാരണ അവൻ അങ്ങനെ ഉറങ്ങുന്നതല്ല. അവന് ഈ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്പാണ്. പക്ഷേ അവൻ ഇന്ന് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണ്. കാരണം രാവിലെ കുറച്ചധികം നേരത്തെ എണീറ്റു. കുഞ്ഞാപ്പിൻ്റെ നല്ല ഉറക്കം. അവൻ തീരെ കുഞ്ഞല്ലേ, അവൻ ഈ യാത്രകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പം അവൻ ഫീഡ് ചെയ്തപ്പോഴേ ഉറങ്ങി. അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ ത്രില്ലിലാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഷോറൂം കണ്ടിരിക്കാം എന്ന് കരുതി പോകുന്ന ഒരു ത്രില്ലിലാണ്. അപ്പോൾ ഇടയ്ക്ക് ചിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരുക്കാണല്ലോ ഞങ്ങൾ വിചാരിക്കുന്നതിലും 1-2 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാറുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളാണ്. എങ്കിലും ഞങ്ങളുടെ ഒരുക്കം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇക്കായെ ഫോൺ വിളിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെഞ്ഞാറമൂട് എത്തി. ഇത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതാണ് പോലീസ് സ്റ്റേഷൻ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനാണിത്. അപ്പോൾ ഇത് നമ്മുടെ സുരാജ് ചേട്ടൻ്റെ സ്വന്തം സ്ഥലമാണ്. സോറി, പോലീസ് സ്റ്റേഷനല്ല, ഈ സ്ഥലം, ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലം സുരാജ് ചേട്ടൻ്റെ സ്വന്തം സ്ഥലമായ വെഞ്ഞാറമൂടിലൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇത്ര പ്രൗഡായിട്ടുള്ള മൂമെൻ്റ് ആണല്ലേ. ഒരു വ്യക്തിയുടെ കഴിവിൻ്റെ ഇത് കാരണം, ഒരു കഴിവുള്ള വ്യക്തി കാരണം ആ നാട് തന്നെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സുരാജ് ചേട്ടൻ്റെ പേരിലാണ് ഈ വെഞ്ഞാറമൂട് അറിയപ്പെടുന്നത്. സുരാജിൻ്റെ സ്വന്തം വെഞ്ഞാറമൂട്. അപ്പോൾ നല്ലൊരു അടിപൊളി, ഇപ്പോൾ പെയിൻ്റ് അടിച്ചിറക്കിയതാണെന്ന് തോന്നുന്നു. KSRTC കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ AK വെഡ്ഡിങ് സെൻറ്ററിൻ്റെ അവിടെ എത്തി. ഇനി കുറച്ചുകൂടെ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടിയൊക്കെ സ്ലോ ചെയ്താണ് പോകുന്നത്. അല്ലെങ്കിൽ വെഞ്ഞാറമൂട് എപ്പോഴും ഒരു ബ്ലോക്ക്, അത് ഇല്ലെങ്കിൽ വെഞ്ഞാറമൂട് ആവില്ല. ഈ ഒരു സ്ഥലത്തിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ പേരിൽ ചിലപ്പോൾ വെഞ്ഞാറമൂട് ഇനി ഭാവിയിൽ അറിയപ്പെട്ടേക്കാം.
ഇവിടുത്തെ ഇത് നല്ല ഫേമസ് മന്തി ഷോപ്പാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വരണമെങ്കിൽ ഇവിടെ നിന്ന് മന്തി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി മന്തികൾ ഇവിടെ കിട്ടുന്നതാണ്. മന്തി മാത്രം, പക്ഷെ നല്ല മന്തിയാണ്. നമ്മൾ അന്ന് അവിടെ നിന്ന് വെച്ചില്ലേ നെടുമങ്ങാടുന്ന്, അതിനേക്കാൾ സൂപ്പർ മന്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ സെഹറൽ മന്തി എത്തണ്ട, അതിന് കുറച്ച് പുറകിലോട്ടാണ് ഈ സ്റ്റുഡിയോയുടെ വെഞ്ഞാറമൂട് ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് ഞങ്ങളുടെ കാരറ്റ് റൂട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയാണ്. അല്ലെങ്കിൽ സെഹറൽ മന്തി കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് ഇവിടെ പോത്തങ്കോട് വരുന്നവരാണെങ്കിൽ സെഹറൽ മന്തി. പോത്തങ്കോട് വരുന്നവർ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ എന്തായാലും വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും പറഞ്ഞതാണ് സെഹറൽ മന്തി കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ കാരറ്റിൽ നിന്ന് റോഡുള്ളവർക്ക് ഇവിടെ നമ്മുടെ സെഹറൽ മന്തി എത്തണ്ട. അപ്പോൾ ഞങ്ങളിത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം വണ്ടി റൈറ്റ് എടുത്ത് പോകുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അനിയൻ അപ്പുറത്തുള്ള വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെഹറൽ മന്തി. അങ്ങനെ ഞങ്ങൾ റൈറ്റ് എടുത്തു. അങ്ങനെ പോകാൻ അതെ സ്റ്റുഡിയോയുടെ ഔട്ട്ലെറ്റ് എത്താറായി. ഇത് വലിയ ഷോപ്പല്ലേ, പോത്തങ്കോട് ഇത്ര വലുതല്ലല്ലോ സ്റ്റുഡിയോ. ഇത് അത്യാവശ്യം വലിയ ഷോപ്പാണ്, കുഞ്ഞുകുട്ടികളുടെ അത്യാവശ്യം വലിയ ഷോപ്പാണ്. അപ്പോൾ ദേ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സ്റ്റുഡിയോയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞു ദേ ഓടിക്കളയാണ്. അവന് ഇങ്ങനെയുള്ള ഓപ്പൺ സ്പേസ് ഒക്കെ കാണാൻ ഭയങ്കര ഒരു ഓട്ടവും ചാട്ടമൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയമാണല്ലോ. അപ്പം ദേ അവനിങ്ങനെ ആ ഒരു വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. ദേ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി ദേ കണ്ണാടിയുടെ മുമ്പ് വീണ്ടും ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പം ദേ കുഞ്ഞും ഇവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞും കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഷോപ്പ്. നല്ലൊരു ആംബിയൻസ് ഇല്ലേ, നല്ലൊരു സൈലൻസ് ആണ്. ദേ വീണ്ടും കണ്ണാടിയുടെ മുമ്പ് ഞാനും കുഞ്ഞും കൂടെ നിന്നുള്ളൊരു ഷോട്ടൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പി മാമിയുടെ കയ്യിലാണ്. മാമി ഇത്രയും വലിയൊരു ഷോപ്പ് കണ്ടതിൻ്റെ അന്താളിപ്പിലായിരിക്കും. മാമി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ട്രയൽ റൂമിൽ പോയി ഇട്ട് നോക്കാൻ പോയിട്ടുണ്ട്. കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു ഭയങ്കര ഓട്ടത്തിലാണ്. അപ്പോൾ അവനെ ശ്രദ്ധിക്കാൻ തന്നെ ഒരാൾ വേണം. ഇപ്പം ഞാൻ എങ്ങനെയെങ്കിലുമാണ് ഈ ഷൂട്ടിംഗ് തന്നെ നടത്തുന്നത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഓടാൻ വിടാൻ പറ്റില്ല. അവൻ്റെ പിന്നാലെ ഞാൻ നടക്കുകയാണ്. ഇത് ദേ എനിക്കെടുത്ത ടോപ്പാണ്. ഞാൻ ട്രയൽ റൂമിൽ കയറി ഇട്ട് നോക്കി. കൊള്ളാം, അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ടോപ്പാണ്. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ സൈസിന് സിമ്പിൾ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അവിടെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു അൾട്രേഷൻ വർക്കിൻ്റെ കാര്യം ഉണ്ടാവില്ല. എനിക്ക് എടുത്തതിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ദേ ഞാനും മാമിയും കൂടി കുഞ്ഞുവിന് ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടി മുകളിൽ അപ്സ്റ്റേഴ്സിലാണ് അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള സെക്ഷൻ വരുന്നത്. അപ്പോൾ കുഞ്ഞും മാമിയും ഞാനും കൂടെ മേളിൽ പോയി കുഞ്ഞുവിനൊരു ഷർട്ടൊക്കെ എടുത്തു. കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ദേ ഞാനും മാമിയും നമ്മളെല്ലാവരും ഇറങ്ങി, ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നല്ലൊരു വിശപ്പായി. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇനി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറണം. ചെറിയ മഴച്ചാറ്റലുള്ളതുകൊണ്ട് ഞങ്ങൾ സെഹറൽ മന്തി കയറണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ചെറിയൊരു മഴച്ചാറ്റലുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് കരുതി. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതി. തിരിച്ച് പോകുന്നത് പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ സെഹറൽ മന്തിയിൽ കയറുന്ന പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ദേ നല്ല മഴക്കോളുണ്ട്, ചെറിയ മഴച്ചാറ്റലും ഉണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു മാമിക്ക്. മാമി ഇത് ഫസ്റ്റ് ടൈം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ പക്ഷെ മാമിക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പുകൾ എടുക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് ഭയങ്കര ഓവർ സൈസ് ഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് മാമിക്ക് അങ്ങനെ 290 ടോപ്പൊന്നും എടുത്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മാച്ച് ആയില്ല. അതുകൊണ്ട് ഞങ്ങൾ മാറ്റി കുറച്ച് റേറ്റ് ഉള്ള ഒരു ടോപ്പാണ് എടുത്തത്. എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു മെറ്റീരിയലാണെന്ന് മാമി പറഞ്ഞു. അപ്പോൾ 10 ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് വളരെ നന്നായിരുന്നു. വളരെ നന്നായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കുഞ്ഞു ദേ മെനു കാർഡൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഒന്ന് ഓർഡർ ചെയ്യാൻ അറിയില്ലെങ്കിൽ അവന് മെനു കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ എടുത്താൽ പിന്നെ തരത്തില്ല. കുഞ്ഞാപ്പി ദേ മാമിയുടെ അടുത്ത് കിടപ്പുണ്ട്. അവിടെ കിടത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലേറ്റ് ഒക്കെ കൊണ്ട് സെർവ് ചെയ്തു ഞങ്ങളുടെ ഫുഡ്. ഞാനും മാമി അൽഫാമും അനിയൻ ഷവായിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുഞ്ഞു ആയാലും കുഞ്ഞാപ്പി ആയാലും മാമി ആയാലും എല്ലാവരും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. It's Amina signing off. Stay tuned to my channel Blurry Blast with Amina Channel. മറ്റൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ